പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. ഏതവസ്ഥയിലായിരുന്നാലും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കുന്നവർക്കാണ് എളിമയിൽ വളരുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ദൈവം അനുവദിച്ചു തന്ന ദാനങ്ങളിൽ, യാഥാർത്ഥ്യങ്ങളിൽ സംതൃപ്തിയില്ലാതെ പലതിൻ്റെയും പിന്നാലെ നമ്മുടെ മനസ്സ് പായുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ ഹൃദയങ്ങളും കർത്താവിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാണ്. എന്നാൽ എളിയവരുടെ പ്രാർത്ഥനകൾക്കാണ് കർത്താവ് ചെവി കൊടുക്കുന്നത്. നമുക്ക് ദൈവം തന്ന ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ, എളിമയോടുകൂടെ നിലകൊണ്ടുകൊണ്ട് നമ്മുടേതായ പ്രാർത്ഥനാ നിയോഗങ്ങളെ, ജീവിത അഭിലാഷങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. എളിയവരുടെ നിലവിളിക്ക് ചെവി കൊടുക്കുന്ന കർത്താവ് നമ്മുടെയും ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കട്ടെ. ധൈര്യം ചോർന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.